അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബിമാരോട് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഉറഫ, സ്വർഗത്തിൽ കുറച്ച് മുറികളുണ്ട്. എന്താ മുറികളുടെ പ്രത്യേകത? തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും. വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ, അതിൻ്റെ പുറത്തു നോക്കിയാൽ ഉള്ളിലേക്കും കാണാൻ പറ്റും. അപ്പോൾ ഒരു ആറാബിയായ മനുഷ്യൻ ആ സദസ്സിലുണ്ട്. ആ ആറാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ മുറികൾ ആർക്കാണ് നബിയെ? ആ മുറികൾ ആർക്കാണ് കിട്ടുക? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുറികൾ കിട്ടുന്ന ആളുകളുടെ കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു. അതിന് നബി എണ്ണി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാമുൻ, അള്ളാഹുവിന് വേണ്ടി രാത്രി നിസ്കരിച്ചവരാണവർ. ഏത് സമയത്ത്? ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് രാത്രി നിസ്കാരം. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരം എന്നാണ് പറഞ്ഞത്. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? ഏത് നോമ്പാണ്? മുഹറം മാസത്തിലെ നോമ്പാണ് അല്ലേ? അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരമാണ്. അപ്പം അതിന് അള്ളാഹു നൽകുന്നത് വമ്പിച്ച കൂലിയാണ്, ഉയർന്ന പ്രതിഫലമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കണം, ഇനി മുതൽ രാത്രി നിസ്കാരം എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അജണ്ടയായി, ഒരു തീരുമാനമായി ഞാൻ കൊണ്ടു നടക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം അതാണ്. ആ തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ, നമ്മുടെ നിയ്യത്ത് 100% നിഷ്കളങ്കമാണെങ്കിൽ അതിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അത് സംശയമൊന്നും വേണ്ട. പക്ഷെ ആത്മാർത്ഥമായിട്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സിൽ നമുക്കുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടോ ഇനി മുതലെങ്കിലും തുടങ്ങണം എന്നെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആത്മാർത്ഥമായൊരു തീരുമാനം നമ്മൾ എടുക്കുന്നതെങ്കിൽ അള്ളാഹു ആ തീരുമാനം നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കും.